ഈ കുരിശ് ഇങ്ങോട്ട് ചുമന്നിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത്. നല്ല വെയിറ്റുള്ള സാധനം. വളരെ പതുക്കെയാണ് കയറുന്നത്. അതിലുണ്ടായിരുന്ന വെള്ളവും തീർന്നു. മധുരമുള്ള കല്ല് പറഞ്ഞിരിക്കുകയാണ്. ഇതിന് താഴോട്ട് നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ജിൻസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ടീമൊക്കെ റെഡിയാണ്. എല്ലാവരും ഉണ്ട്. വിവേകുണ്ട്, സന്ദീപുണ്ട്, മണിയുണ്ട്, ബിബിനുണ്ട്, ഡ്യൂക്കുണ്ട്, 2 ഡ്യൂക്കുണ്ട്, ഒരു ജിക്സറുണ്ട്. അപ്പോൾ അത് നമുക്ക് മുകളിലെത്തി കാണാം. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. ഗായ്സ്, കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടത്തലച്ചി മൗണ്ട്. മലബാറിലെ മലയാറ്റൂർ എന്നാണ് കൊട്ടത്തലച്ചി അറിയപ്പെടുന്നത്. നമ്മളിത് ഈ വഴിയാണ് കയറി വന്നത്. കട്ട ഓഫ് റോഡായിരുന്നു. അപ്പോൾ ഇതിലേന് നമുക്ക് മുകളിലേക്ക് പോകണം. കുറച്ചും കൂടി നല്ല ഓഫ് റോഡാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ വണ്ടികളെല്ലാം ഇവിടെ കയറ്റി സേഫാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ടയറൊക്കെ കുറച്ച് മൊട്ടയാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയോടെ വെക്കുന്നത്. ലെറ്റ്സ് മൂവ്. നീ അങ്ങോട്ട് ഈ ഓടി കളിക്കുന്നത്. പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ മെല്ലെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങുകയാണ്. ഇവിടുന്ന് കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരുത്ത മുകളിൽ ബൈക്കും കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഗായ്സ്, ഇതാ ഡെലിവറി ബോയ് വരുന്നു. ഡെലിവറി ബോയ് അല്ല കേട്ടാ, മണി ഡ്രോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അടിപൊളി ഷോട്ടൊക്കെ കിട്ടും. മഴ കയറി വന്നപ്പോഴത്തേന് ഒരുത്ത മാങ്ങ കിടഞ്ഞോണ്ടിരിക്കുന്നു. മാവേലി കല്ലെറിഞ്ഞതിന് മണി തിരിച്ചു പോകുമ്പോൾ നാട്ടുകാർ പിടിക്കുമെന്ന് അറിയാം. ആ, പേടിയല്ല ഗൈസ്, ടയറൊക്കെ ഇച്ചിരി മൊട്ട ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വണ്ടി താഴെ വെച്ചത്. ആ പിന്നല്ല പുറകെ അവൻ വണ്ടി മുകളിൽ വരെ കയറ്റിൻ്റെ അഹങ്കാരവന്. ഇതൊക്കെ എന്ത് പച്ചമാണ്. നല്ല പുഴയാട്ടോ. കൊട്ടത്തലച്ചി മല എന്നാണ് ആ മലയുടെ പേര്. നമ്മളപ്പം ആ മല കാണാനും അതിൻ്റെ മുകളിൽ കയറാനുമാണ് പോകുന്നത്. ഒരു കട്ട ഓഫ് റോഡൊക്കെ കയറി വണ്ടി അവിടെ വെച്ചു. വിവേക് മാത്രം വണ്ടി മുകളിലേക്ക് കയറ്റി. അവൻ ബൈക്ക് എടുത്തിട്ട് ബൈക്കിൽ വരുന്നുണ്ട്. അയ്യോ, ഇതാണ്ടായിരുന്നു. പോട്ടെ. അതെ, ഇവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിലാണോ വഴിയെന്നും ഇനി എത്ര ദൂരം പോകാനുണ്ടെന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായി. നമ്മൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. ഗൈസ്, നമ്മളങ്ങനെ ട്രെക്കിങ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ കുരിശിൻ്റെ ഇതിലെ കൂടി ഇതിലാണ് നമുക്ക് പോകേണ്ടത്. പോവാം. അപ്പം നമ്മളിതാ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാട്ടിൻ്റെ അകത്തൂടെയുള്ള വഴിയാണ്. മുകളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. സ്ഥലം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു അറിവ് മാത്രമേ ഉള്ളൂ. പോവാം. കാടും വള്ളിയൊക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് നടന്ന് കൊടും കാട്ടിലേക്ക് എത്തി. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. മടുത്തു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം. നമ്മളപ്പോൾ ഇവിടെ കുറച്ചേരി ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നു. മടുത്തു. കുറച്ച് വെള്ളം കൂടിയിട്ട് പോടാ. അയ്യോ, തല ഇറങ്ങുന്നേ. നമസ്കാരം. ഓരോരുത്തർ ഓരോരോ സ്ഥലത്ത് കയറിയിരുന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു വെള്ളം എടുത്തിട്ട് വന്ന് നന്നായി. ഇവിടെ കടയൊന്നുമില്ല, ഒരു വീട് പോലും ഇല്ല, പിന്നേലില്ല. നമുക്ക് തെറിച്ചാലോ? നമുക്ക് നല്ല തെറിച്ചാലോടാ. പോവാം. അപ്പോൾ നമ്മൾ മലകയറ്റം വീണ്ടും ആരംഭിക്കാൻ പോകുന്നു. കുത്തനെയുള്ള കയറ്റമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഇടവഴിയാണ്. ഗൂഗിൾ മാപ്പ് ഇതുവരെ ഓഫായില്ലേ?
ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു സുഖം അല്ലേ, ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റും പിന്നെ കയറ്റവും ഇല്ല. നമ്മളിങ്ങനെ മലയുടെ ഒരു ചെരുവിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി മാറിയോ എന്നൊരു സംശയം. ഭയങ്കര മുകളാണ് ഗൈസ്. ഇത് ഷർട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉടക്കിയിരിക്കും. ഇതാ പിടിച്ച് സൂക്ഷിച്ച് വേണം. നല്ല അടിപൊളിയായിട്ട് ഡെസർട്ട് അല്പദാനം ഉണ്ടായിരുന്നു. വെള്ളവും തീർന്നു. ഇനി എന്ത് ചെയ്യും? വെള്ളം കഴിഞ്ഞു. നീ ഇരിക്കാൻ പോവാണോ? വാ കയറി. നമ്മളിതാ കയറി ഇതിൻ്റെ ഏകദേശം ഒരു എൻ്റെ അമ്മോ. നല്ല അടിപൊളിയായിട്ട് മടുത്തു. അതുകൊണ്ട് വളരെ പതുക്കെയാണ് കയറുന്നത്. അതിലുണ്ടായിരുന്ന വെള്ളവും തീർന്നു. അങ്ങനെ ആകപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക. നല്ല കയറിയാൽ മതി. അപ്പം പിന്നെ അടുപ്പരുത്. നമ്മൾ സ്പീഡ് കയറുമ്പോൾ പെട്ടെന്ന് ഇത്ര ടാസ്ക് പിടിച്ചൊരു മലയായിരിക്കും എന്ന് വിചാരിച്ചില്ല. നട്ടുച്ചയ്ക്കാണ് നമ്മൾ കയറിയത്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും മടുപ്പ് തോന്നുന്നത്. പിന്നെ വേറെ ഏതൊക്കെയോ കാട് വഴി കൂടെയൊക്കെ കയറി വന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഫൈനലി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐസ് അവിടെ എത്തണം. അതിന് താഴോട്ടൊരു ഭയങ്കര വ്യൂ ആണ്. താഴെയുള്ള എല്ലാ പ്രദേശങ്ങളും കാണാം. രാമലയുടെ അവിടെ എത്തണം. ഇതിലേ പോകാൻ പറ്റില്ല, നമുക്കിതിലേ പോകാം. ഗൈസ് നമ്മൾ ഫൈനലി ഈ മലയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്, ഒരു ചെറിയ പള്ളി പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോകണം. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പിന്നുള്ളത്. ഏതൊക്കെയോ ടൗണുകളൊക്കെ കാണാം. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ വരെ കയറി വരേണ്ട ഒരു ഇച്ചിരി ടാസ്ക്കാണ്. ഗൈസ് കയറി വന്ന് വിശ്രമിക്കുന്നല്ലേ രണ്ടുപേർ, മണി ആൻഡ് സന്ദീപ്. കല്ലിൻ്റെ പുറകിലെ തണലിൽ അവർ അഭയം കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇത് ആ പള്ളിയുടെ അടുത്തേക്കാണ്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഗൈസ് നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ ആ മലയിലാണ് ഇത്രയും നേരം നിന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആ പള്ളിയുടെ അടുത്തേക്ക് പോവാണ്. കുരിശുപള്ളിയുടെ അടുത്തേക്ക്. തെറിച്ച് വരുന്നു കുതിരയെ പോലെ. ഇതാ ആ പള്ളിയുള്ളൂ. ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉള്ളതുകൊണ്ട് ഒരു വെയിലത്ത് വന്നാൽ നമുക്ക് അതിൻ്റെ അടുത്ത് കയറിയിരിക്കാം. ഒരു ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ വരുവാണെങ്കിൽ അടിപൊളി മഞ്ഞൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാൻ തന്നെ നല്ല സുഖമായിരിക്കും. നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സമയമാണ്. ഒരു വെയിൽ, കരിഞ്ഞു വെയിൽ. അതെ, നമ്മൾ പ്ലാൻ ബി ആക്കിയതാ. രാവിലെ നമ്മൾ മറ്റേ പന്നിയാർമഞ്ഞ് എന്ന് പറഞ്ഞൊരു മല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മലയിൽ പോകാമെന്ന് പറഞ്ഞാണ് ഇവന്മാരെയൊക്കെ വിളിച്ച് അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര സീൻ. വാച്ചർമാർ വന്നിട്ട് പറഞ്ഞു ഫോറസ്റ്റുകാരുടെ പെർമിഷൻ ഇല്ല, കയറാൻ പറ്റില്ല, കയറിയാൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ പ്ലാൻ ബി ആക്കി കൊട്ടത്തലച്ചി മല എന്ന് പറഞ്ഞ് വിട്ട്. ഇവിടെ വന്നപ്പോഴത്തേനും അയ്യോ വരണ്ടായിരുന്നു തോന്നിട്ട്. വലിയ കാടിൻ്റെ ഉള്ളിൽ കൂടി പോകണം. ഫാഷ് നമ്മൾ നടന്ന് ആ മോളിൽ നിന്ന് കണ്ട ആ പള്ളിയില്ലേ, കുരിശുപള്ളി, അടുത്തൊക്കെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ കുരിശുപള്ളി. ഇതിൻ്റെ മോൾ ഭാഗത്ത് എന്തോ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് അത് സംഭവം. മാത്യു മണ്ണൂരാമ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു ഫാദറാണ് 1958 ഒരു ദുഃഖവെള്ളിയാഴ്ച കൊട്ടത്തലച്ചി മലയിൽ വിശുദ്ധ കുരിശ് സ്ഥാപിച്ചത്. അതിനുശേഷം എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ഇവിടെ സൈഡിൽ ഇതുണ്ടോ, ഇവിടെ വലിയൊരു കുരിശൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. വലിയ മരം കൊണ്ടുണ്ടാക്കിയ ഒന്നല്ല 2-3 കുരിശൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓ ഇത് ഇങ്ങോട്ട് ഈ കുരിശ് ഇങ്ങോട്ട് ചുമന്നിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകും. നല്ല വെയിറ്റുള്ള സാധനം. എന്ത് വെയിറ്റ് ആയിരിക്കും അല്ലേ, മരം കൊണ്ടുണ്ടാക്കിയ കുരിശ. ഇതാണ് ആ പള്ളിയല്ല കുരിശ്. ഫോട്ടോഷൂട്ട് ഭാരതം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പറഞ്ഞ മണി ഇതാ ഡ്രോൺ പറത്താനുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. DJI Phantom 4 എന്ന് പറഞ്ഞാൽ
ഏകദേശം 2500 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്ഥലം സമീപത്തെ പ്രമുഖ ഗ്രാമമായ താബോറിൽ നിന്ന് മലയുടെ അടിവാരം വരെ റോഡ് സൗകര്യമുണ്ട്. മലയുടെ അടിവാരം വരെ ഉണ്ട്. അവിടുന്ന് നടന്ന് വേണം മുകളിലേക്ക് കയറി പോവാൻ. ഗൈസ്, അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് വെയിൽ കുറവുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങുവാണെങ്കിൽ മെല്ലെ പോവാം. വെള്ളമെല്ലാം തീർന്നു. എല്ലാവരും ദാഹിച്ച് വരണ്ടിരിക്കുകയാണ്. ഇനി താഴെ എത്തിയിട്ട് ആദ്യം കാണുന്ന വീട്ടിൽ കയറിയിട്ട് കുറച്ച് വെള്ളം ചോദിക്കണം. ഇനി കുറേ ദൂരം തിരിച്ചിറങ്ങാനുണ്ട്. നമുക്ക് താഴെ വണ്ടി വെച്ചെടുത്ത് എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ തിരിച്ച് ബൈക്ക് വെച്ച സ്ഥലത്തേക്ക് എത്തി. ബൈക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതാ ഫസ്റ്റ് വണ്ടി. നമ്മുടെ വണ്ടി അതാ കയറ്റി പാർക്ക് ചെയ്തിട്ട് ട്രെക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. നല്ല വിശപ്പ്. അപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഷാപ്പിലേക്ക് വന്നതാണ്. അവിടെ അടിപൊളി ഫുഡ് കിട്ടും. ഓഫായി ഗൈസ്. കപ്പയും പന്നി ഫ്രൈയും ഒരാൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അടുത്തയാളും കപ്പയും പന്നി ഫ്രൈയും. നല്ല അടിപൊളി പന്നി ഫ്രൈ. നല്ല ഒരു സാധനമല്ലേ, നല്ല മുളകിട്ട മീൻകറിയുടെ ചാറും. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ ഗൈസ്? കപ്പ ബിരിയാണി എത്തിയിരിക്കണം. അയ്യോ, നിനക്കൊരു കറിയും കൂടെ വരാനുള്ളേ. അടിപൊളി കപ്പ ബിരിയാണി. യാപ്പാ. അടുത്ത ഐറ്റംസ് ഇപ്പോൾ വരുന്നത് കപ്പ ആൻഡ് നാടൻ കോഴി വരട്ടി, പിന്നെ കപ്പ ബിരിയാണി, വീണ്ടും അഗൈൻ കപ്പ, പന്നി ഫ്രൈ. ആദ്യം നമ്മൾ നാരങ്ങ എടുത്തിട്ട് ഈ പോർക്ക് ഫ്രൈയുടെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് പിഴിയുക. എന്നിട്ട് അതവിടെ സൈഡിൽ വെച്ചിട്ട് കപ്പ ഇങ്ങോട്ട് എടുത്തിട്ട് ആ മീൻചാറ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചിട്ട് 2 പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു പിടുത്തം. പൊള്ളി പൊള്ളി സാധനം. അഭിപ്രായം പറഞ്ഞ അടിപൊളി ഉണ്ടോ? ആണ് ആണ്ട് സൂപ്പർ. അടിപൊളി. ആണ്ട് സാധനം ഉണ്ട്. കപ്പ ബിരിയാണി സൂപ്പർ അടിപൊളി. കപ്പയും പോർ കോഴിയുണ്ട്. അടിപൊളി. കോഴി നാടൻ കോഴി വരട്ടിയത് അങ്ങനെ ഉണ്ടോ നോട്ടെ. നല്ല കുരുമുളകിൻ്റെ ഫ്ലേവർ. നല്ല തണുത്ത കള്ള്, മധുരമുള്ള കള്ള് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഉണ്ട്. അടിപൊളി. താറാവ് ഫ്രൈയിലാണ്. താറാവ് ഫ്രൈ ഉണ്ട്. അപ്പം ഉണ്ട്. അപ്പം കൊട്ടത്തലച്ച് ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.